Assalamualaikum, welcome back to my channel. അപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കേക്ക് മിക്സും കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കിട്ടോ. അപ്പോൾ വീഡിയോ ഇടാന്ന് കരുതി. അപ്പോൾ ഞാനിതിൻ്റെ ആദ്യം തന്നെ കുറച്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പകുതി കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ ബാക്കിയുള്ള പൊടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പോൾ ആ മുട്ടയും കൂടി ഇട്ടു. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബോക്സ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ മിക്സ് കൊണ്ട് ഉണ്ടാക്കുന്നവർ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോഴേ ഉള്ളൂ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുക. മിക്സ് ആണെന്ന് കരുതിയിട്ട് നമ്മളത് കറക്റ്റായിട്ട് മിക്സ് ആക്കാണ്ട് നിന്നാൽ കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എയർ ബബിൾസൊക്കെ കുടുങ്ങി കിടക്കും. അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വരില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഒരു 35 മിനിറ്റ്സിൻ്റെ കുറച്ചും കൂടി അധികം അങ്ങനെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമ്പി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് വെച്ചു. പിന്നെ തണുത്തതിന് ശേഷം ഞാൻ കേക്ക് അതിൽ നിന്ന് അടർത്തിയെടുത്തു കേട്ടോ. അടുത്തപ്പോഴാണ് ഒരു പണി കിട്ടിയത്. ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവുന്നത്. ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാറില്ല സാധാരണ. അപ്പോൾ ഇന്നിങ്ങനെ ആയി. എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ മേലത്തെ ആ പോർഷന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ കരുതിയിട്ട്. പിന്നെ കേക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് ലെയറായിട്ട് ആക്കാനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. എനിക്ക് ശരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കേക്ക് റെഡിയാക്കാൻ നോക്കുന്ന നേരം കൊണ്ട് അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ പുറത്ത് ചാടാൻ തുടങ്ങി. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ കേക്ക് കഴിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് തേക്കേണ്ട രീതിയിലൊന്നുമല്ല, ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് തേക്കണത്. അപ്പം അങ്ങനെ ഒരു ലെയർ തേച്ചതിന് ശേഷം മറ്റേ കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്ത് പിന്നെ കുറച്ചുകൂടി തേച്ച് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്ന് ഫുള്ളായിട്ട് ആക്കി എങ്ങനെയൊക്കെയോ. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊടി ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരു മോഡലൊന്നുമല്ല, പക്ഷെ കാണാൻ വലിയ ലുക്കൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ്. കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ കേക്ക് എന്നെ പോലെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ മിക്സ് വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും. എന്തായാലും വല്ലാതെ ഫ്ലോപ്പായി പോകുന്നില്ല. കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.